ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈനിങ്ങിൻ്റെ തുണി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാസ്ക് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ മാസ്കിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിലെ സ്റ്റാർച്ചൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ മാസ്ക് തയ്ച്ചെടുക്കുന്നത്. 16 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ നീളത്തിൽ നമ്മൾ രണ്ടായിട്ട് മടക്കണം, എന്നിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് മാസ്കിൻ്റെ വീതിക്കായിട്ട് വരുന്നത്. 8 ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ള ഭാഗം അതിൻ്റെ നീളവുമായിട്ട് വരും. ആദ്യം ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ 1/4 ഇഞ്ചിൽ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേ രീതിയിൽ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം. രണ്ട് സൈഡിലായിട്ടും നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം രണ്ടും ഒന്ന് സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ട് സൈഡും ഇതുപോലെ ഫോൾഡ് ഇട്ടിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസ്കിൻ്റെ രണ്ട് സൈഡിലും വള്ളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നൂൽ എലാസ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നേരത്തെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ 1/4 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെ തയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. 5 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഈ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് അളവാണ്, അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതിയാകും. ഈ രണ്ട് എലാസ്റ്റിക്കിൻ്റെയും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നോട്ടിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ തന്നെ 3 ഞൊറിവാക്കി നമ്മൾ എടുക്കണം. ഇനി ഞൊറിവ് ഇട്ടതിന് നമ്മളൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നേരത്തെ നോട്ടിട്ട് വെച്ച എലാസ്റ്റിക് ഉണ്ടല്ലോ, അതുകൂടെ അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും എഡ്ജിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് എത്തുന്ന സമയത്ത് ഈ സെയിം ഇലാസ്റ്റിക് നൂലിൻ്റെ മറ്റേ അറ്റം കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തും ഇതുപോലെ ഞൊറിവൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇലാസ്റ്റിക്കിൻ്റെ നൂല് വെച്ച് അതേ രീതിയിൽ തന്നെ നൂലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മാസ്കിൻ്റെ വീതിയിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീളത്തിലുള്ള പോർഷന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ ഒരു സിംഗിൾ ഫോൾഡ് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു സെൽവെഡ്ജാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിങ്ങി പോവില്ല. മറ്റേ ഭാഗത്ത് ഇതുപോലെയുള്ള ഫോൾഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ഒരു സിംഗിൾ ഫോൾഡ് ഇട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഈ ഭാഗം തയ്ക്കുന്ന സമയത്ത് ഈ ഇലാസ്റ്റിക്കിൻ്റെ നോട്ട് ഉള്ളിൽ വരുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത്. അത് മാത്രമേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇങ്ങനെ തയ്ച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് കൂടുതൽ കാലം ഈട് നിൽക്കുള്ളൂ. ഇപ്പോൾ ഈ മാസ്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഞൊറിവുകളൊക്കെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ നല്ലതാണ്. ഇതൊരു കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് ഇതുപോലെ ഞൊറിവുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് നല്ല വൃത്തിയിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക് നമ്മളിങ്ങനെ ഡബിൾ ഫോൾഡ് ആക്കി ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു മാസ്ക് നല്ല തിക്നെസ് ഉണ്ട്. അതേസമയം ഇത് പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് നടക്കാൻ നല്ല കംഫർട്ടാണ്.
ഇതേ രീതിയിൽ ഇതേ മെത്തേഡിൽ തയ്ച്ചെടുത്തിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു ചെറിയ നോട്ട് ഇട്ടിട്ട് എലാസ്റ്റിക് വെച്ചത് ചെറിയ കുട്ടികൾക്ക് സ്ലൈഡ് ഇട്ട് കുത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ തലേന്ന് എപ്പോഴും ഇങ്ങനെ ചാടിപ്പോകുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ഇട്ട് കുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു കെട്ടിട്ടിട്ട് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തെത്തിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.